സൗദി അറേബ്യയുമായി ആണവ സഹകരണത്തിന് അമേരിക്ക തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാതെ തന്നെ സൗദിയുമായി ആണവ സഹകരണം നടത്താനാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ തീരുമാനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സൗദി സന്ദർശനത്തിൽ സഹകരണത്തിനുള്ള ധാരണാപത്രം കൈമാറുമെന്നാണ് റിപ്പോർട്ട്. ഈ മാസം 13-നാണ് സൗദിയിലേക്ക് US പ്രസിഡന്റ് എത്തുന്നത്. സൗദി അറേബ്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ ആണവ സഹകരണം സാധ്യമാകൂ എന്നായിരുന്നു US-ൻ്റെ മുൻ നിലപാട്. ഇസ്രായേലിൻ്റെ ഗസ യുദ്ധവും വംശഹത്യയും അറബ് രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ ശക്തമായ എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർന്നാണ് ഇസ്രായേലുമായി സഹകരണം സാധ്യമാകില്ലെന്ന നിലപാടിൽ സൗദി എത്തിയത്. ഇക്കാര്യം സൗദി US-നെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ US-ന് $1 ട്രില്യൺ നിക്ഷേപം സൗദി നൽകും. ആണവ സഹകരണം കൂടാതെ പ്രതിരോധ ആയുധങ്ങളും സൗദിക്ക് ലഭിക്കും. ട്രംപിൻ്റെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ മേഖലകളിൽ സഹകരിക്കാനുള്ള കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട്. ആണവോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം, കാർബൺ ബഹിരണം കുറയ്ക്കൽ എന്നിവ സൗദിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ഇറാനെപ്പോലെ സൗദിയും ആണവായുധം വികസിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഇസ്രായേലിനുള്ളത്. സൗദിയുമായി ആണവ സഹകരണത്തിന് അമേരിക്കയെ പിന്തിരിപ്പിച്ചത് ഇതാണ്. എന്നാൽ ഇത് നിരീക്ഷിക്കാൻ US ഉദ്യോഗസ്ഥർ സൗദിയിലെ പ്ലാന്റുകൾ ഉണ്ടാകുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. US നൽകിയില്ലെങ്കിൽ ചൈന, റഷ്യ, ദക്ഷിണ കൊറിയ, ഫ്രാൻസ് എന്നിവയുമായി സൗദി സഹകരണത്തിന് നീങ്ങുമെന്ന സൂചന അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു. തുടർന്നാണ് US സൗദിയുമായി ആണവ സഹകരണത്തിന് തയ്യാറായത്. അതിനിടെ ഇറാൻ മന്ത്രി സൗദി അറേബ്യയിലേക്ക് എത്തുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയാണ് സൗദിയിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഈ മാസം 13 മുതൽ 16 വരെയാണ് GCC പര്യടനം നടത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ ചർച്ച തുടരുകയുമാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ് ട്രംപ് സന്ദർശിക്കുക. 2ാം തവണ പ്രസിഡന്റായ ശേഷം ട്രംപ് നടത്തുന്ന ആദ്യത്തെ വിദേശ നയതന്ത്ര പര്യടനമാണിത്. സൗദി അറേബ്യയും ഖത്തറും UAEയും അമേരിക്കയിൽ നിന്ന് യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഓർഡർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ മന്ത്രി ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ വിവരങ്ങൾ സൗദി അറേബ്യ അറിയിക്കും. ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വേളയിലാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാറിൽ ഒപ്പുവെച്ചത്. ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ തന്നെ കരാർ റദ്ദാക്കുകയും ഇറാനെതിരെ ഉപരോധം ശക്തമാക്കുകയുമായിരുന്നു. പിന്നീട് പ്രസിഡന്റായ ജോ ബൈഡൻ കരാറുമായി മുന്നോട്ട് പോയില്ല. ട്രംപ് വീണ്ടും അധികാരമേറ്റ ശേഷം ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും നടക്കുകയാണ്. 4ാം വട്ട ചർച്ച ഞായറാഴ്ച ഒമാനിൽ നടക്കും.